കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ ഞെട്ടി നിൽക്കുകയാണ് കേരളം. പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ജില്ലകൾ നിരവധിയാണ് ഉള്ളത്. എന്നാൽ സംസ്ഥാനത്ത് ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴയാണ്. മറ്റു ജില്ലകളെല്ലാം ഉരുൾപൊട്ടൽ സാധ്യത മേഖലകൾ ഉൾക്കൊള്ളുന്നതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉരുൾപൊട്ടൽ സാധ്യതാ ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. രാജ്യത്തെ 4,20,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായി ISRO പുറത്തിറക്കിയ ലാൻഡ്സ്ലൈഡ് അറ്റ്ലസിൽ പറയുന്നു. രാജ്യത്ത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന 19 സംസ്ഥാനങ്ങളിൽ കേരളം 6ാം സ്ഥാനത്താണ്. ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് മുന്നിൽ. ഉയർന്ന ജനസാന്ദ്രതയുള്ളതിനാൽ ഉരുൾപൊട്ടൽ കാരണമുണ്ടാകുന്ന മരണനിരക്ക് കേരളത്തിൽ കൂടുതലാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടൽ കൂടുതലാണെങ്കിലും ജനസാന്ദ്രത കുറവായതിനാൽ മരണനിരക്ക് കുറവാണ്. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളെക്കുറിച്ച് ISRO തയ്യാറാക്കിയ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള 6 ജില്ലകളാണുള്ളത്. കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലയുൾപ്പെടെയാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഉത്തരാഞ്ചലിലെ രുദ്രപ്രയാഗാണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. ഇതിൽ ആദ്യ 10ൽ കേരളത്തിൽ നിന്നുള്ള 4 ജില്ലകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളാണ് ആദ്യ 10ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ തൃശൂർ ജില്ല 3ാം സ്ഥാനത്താണ്. ഇതിനു പിന്നാലെ 5ാം സ്ഥാനത്ത് പാലക്കാടുമുണ്ട്. മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ യഥാക്രമം 7, 10 സ്ഥാനങ്ങളിലാണ്. ഉരുൾപൊട്ടലുണ്ടായ വയനാടിന് 13ാം സ്ഥാനമാണ് പട്ടികയിലുള്ളത്. 18ാം സ്ഥാനത്ത് ഇടുക്കിയുമുണ്ട്. പശ്ചിമഘട്ട മലനിരകളുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ വരും വർഷങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പും പട്ടിക തരുന്നു.